ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ അവൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ നെറുകമേലും വരുമാറാകട്ടെ എന്നുള്ള ഒരു ഭാഗമാണ്. ഇത് യോസഫ് എന്ന മനുഷ്യനെക്കുറിച്ചുള്ള ചില ചിന്തകളാണ്. ഇവിടെ ജീവിതത്തിലെ ചില മുറിവേൽപ്പിക്കുന്ന ഓർമ്മയ്ക്കുള്ളൊരു സൗഖ്യമാണ്. ചിലതൊക്കെ മറക്കണമെന്ന് ഞാൻ തുടക്കം പറഞ്ഞല്ലേ, അത്തരത്തിൽ ഉള്ളൊരു അനുഭവം യോസഫ് എന്ന മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ നമുക്കൊക്കെ അറിയാം. യോസഫ് എന്ന മനുഷ്യൻ തൻ്റെ ജീവിതം എപ്രകാരം മുന്നോട്ട് നയിച്ചെന്നുള്ളത്. തൻ്റെ സഹോദരന്മാരൊക്കെ തള്ളിക്കളയുന്നുണ്ട്, പൊട്ടക്കിണറ്റിലിടുന്നുണ്ട്, മറ്റുള്ളവർക്ക് വിൽക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു ദേശത്തേക്ക് ചെന്നിട്ട് അവിടെയും തന്നെ കാത്തു സൂക്ഷിക്കാം, അല്ലെ തന്നെ ഓർത്തുകൊള്ളാമെന്നൊക്കെ പറഞ്ഞ തടവറയിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ദേഹത്തെ മറന്നു കളയുന്നുണ്ട്. പിന്നീട് ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ആ ദേശത്തിലെ വലിയ